വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗപിതാവാം ദൈവമേ, തിരുവചനം ഒരിക്കൽ കൂടി ധ്യാനിപ്പാൻ തക്കവണ്ണം വേദവിചാരം എന്ന ഈ പ്രോഗ്രാമിലൂടെ അങ്ങ് സഹായിക്കുന്ന കൃപകളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ സ്ഥാനവും പ്രാധാന്യവും എത്ര വലുതെന്ന് കർത്താവിൻ്റെ തിരുവചനം തന്നെ ഞങ്ങളെ പഠിപ്പിക്കുന്നില്ല. വചനം ഞങ്ങളുടെ കാലുകൾക്ക് ദീപവും വഴിക്ക് പ്രകാശവുമായി കർത്താവിൻ്റെ ദൈവമേ ആയിരിപ്പാൻ തക്കവണ്ണം അങ്ങ് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം ഘോഷിപ്പാൻ ബലഹീന നടീനെ അങ്ങ് സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. അങ്ങയിൽ കൂടുതൽ കർത്താവ് വിശ്വാസത്തിൽ ഉറച്ച് അങ്ങയോട് പറ്റി ചേർന്ന് നിന്ന് അവരുടെ ആത്മീയ ജീവിതത്തെ അനുഗ്രഹമായി മുമ്പോട്ട് നയിപ്പാൻ കേൾക്കുന്ന വചനം മുഖാന്തരം ഒരുക്കണമെന്ന് യേശുനാഥ് ഉപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി യെശയ്യാ പ്രവചനം 54 അധ്യായം 17 തിരുവചനം. ദ ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 54 വേഴ്സ് 17. നിനക്കെതിരായി നിർമ്മിക്കുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്കെതിരെ എഴുന്നേൽക്കുന്ന എല്ലാ നാവുകളെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന നീതിയും ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മാത്രമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും അനീതിയായി നമുക്കെതിരെ പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളും വ്യക്തികളും ഉണ്ടാകും. നാം നീതിയോടുകൂടി മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ തന്നെ അനീതി നമുക്കെതിരെ പ്രവർത്തിക്കുന്ന, അത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരൊക്കെയും നമുക്ക് ഏറെ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ടാക്കും. ഒരുപക്ഷെ ജോലിയിലുള്ള മേലധികാരികൾ, കൂടെ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ നമ്മൾ വസിക്കുന്ന സ്ഥലത്ത് നമ്മുടെ സമീപവാസികൾ, അങ്ങനെ വിവിധ തലങ്ങളിൽ നമ്മെ ഭാരപ്പെടുത്തുന്ന, അന്യായമായി അനീതിയായി നമുക്കെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തികളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിലൂടെ കടത്തിവിടാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ എങ്ങനെയാണ് നാം നേരിടേണ്ടത്? പ്രത്യേകിച്ച് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചോളം അപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ അവൻ പലപ്പോഴും പ്രതികരിക്കാൻ കഴിയാത്തവനായിട്ട് ആയിത്തീരും. കാരണം പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ, അന്യായമായ ഒരു വ്യക്തി നമുക്കെതിരെ എന്തെങ്കിലും ചെയ്യുമ്പോൾ സാധാരണ മനുഷ്യൻ അതിനെതിരായിട്ട് ശബ്ദമുയർത്തും, അല്ലെങ്കിൽ അതിനെതിരായി എന്തെങ്കിലും പ്രവർത്തിക്കും. എന്നാൽ ദൈവത്തെ ഭയപ്പെട്ട് ദൈവകൃപയിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന് പലപ്പോഴും പ്രതികരിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ അത് മുതലാക്കി പ്രവർത്തിക്കുന്ന അനേകരും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം കണ്ടുമുട്ടാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നാം എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നിനക്കെതിരായി നിർമ്മിക്കുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. അപ്പോൾ നമുക്കെതിരായിട്ട് ഒരു വ്യക്തി എന്തെങ്കിലും ചെയ്ത് നമ്മെ ദുഃഖിപ്പിക്കുമ്പോൾ അത് ദൈവ പൈതലായിരിക്കുന്ന ഒരു മകന് അല്ലെങ്കിൽ മകൾക്ക് എതിരെ ഫലിക്കുകയില്ല എന്നിവിടെ തിരുവചനം പറയുകയാണ്. അപ്പോൾ ഒന്നാമത്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നീതി ഉണ്ടാകണം. കാരണം നാം ആരാധിക്കുന്ന, നാം വിളിക്കുന്ന, നാം വിശ്വസിക്കുന്ന ദൈവം നീതിമാനാകുന്ന ദൈവമാണ്. നമ്മുടെ കരങ്ങളിൽ എന്തെങ്കിലും അനീതി ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ അതിന് മറുപടി ലഭിക്കുവാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, താഴെ നാം വായിക്കുന്നുണ്ട്, യഹോവയുടെ ദാസന്മാരുടെ അവകാശം. യഹോവയുടെ ദാസൻ എന്ന് പറയുമ്പോൾ ദൈവത്തെ അറിഞ്ഞും ഭയപ്പെട്ടും ദൈവകൃപയിലും നീതിയായിട്ടുള്ളത് മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയെ മാത്രമേ യഹോവയുടെ ദാസൻ എന്ന് പറയുവാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള അവരുടെ കാര്യം പറയുകയാണ്, യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന നീതിയും ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. തിരുവചനം നാം പഠിക്കുമ്പോൾ അനേക സംഭവങ്ങൾ, ഇപ്രകാരമുള്ള പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ ദാസന്മാരെ, തൻ്റെ ഭക്തന്മാരെ ദൈവം വിടുവിക്കുന്ന ഒക്കെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. അപ്പോൾ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചോളം ഇപ്രകാരമുള്ള പ്രയാസങ്ങൾ അവൻ നേരിടുമ്പോൾ, പ്രതിസന്ധികൾ അവൻ നേരിടുമ്പോൾ എന്താണ് അവൻ ചെയ്യേണ്ടത് എന്ന് വ്യക്തമായിട്ട് ദൈവവചനം നമ്മെ
പഠിപ്പിക്കുന്നുണ്ട്. അനേകരുടെ മാതൃക, അവരുടെ ജീവിതത്തിലൂടെ അവർ പ്രവർത്തിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ ഒക്കെയും തിരുവചനത്തിൽ നമുക്ക് വായിക്കുവാനും പഠിക്കുവാനും നമുക്കത് അനുവർത്തിക്കുവാനും കഴിയും എന്ന് നാം എപ്പോഴും മനസ്സിലാക്കണം. അപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ എന്താണ് നാം ചെയ്യേണ്ടത്? നാം പലപ്പോഴും അതിന് പരിഹാരം കാണാതെ അല്ലെങ്കിൽ അതിനെ എങ്ങനെ നേരിടണമെന്നറിയാതെ ഭാരപ്പെടുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് നാം അവയെ നേരിടേണ്ടത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നാം ഇപ്രകാരം ഒരു സംഭവം പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ തൊക്കോണം കഴിയും. എസ്തേറിൻ്റെ പുസ്തകം 7-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. എസ്തേറിൻ്റെ പുസ്തകം 7-ാം അധ്യായം 10-ാമത്തെ തിരുവചനം: അവർ ഹാമാനെ അവൻ മൊർദെഖായിക്ക് വേണ്ടി നാട്ടിയിരുന്ന കഴുകുമരത്തിന്മേൽ തന്നെ തൂക്കിക്കൊന്നു. അങ്ങനെ രാജാവിൻ്റെ ക്രോധം ശമിച്ചു. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ എന്തായിരുന്നു, എന്ത് കാരണത്താലാണ് ഹാമാനെ തൂക്കിക്കൊല്ലുവാൻ തൊക്കവണ്ണം രാജാവ് കൽപ്പന ഇടുന്നതും അങ്ങനെ തൂക്കിക്കൊല്ലുകയും ചെയ്യുന്നത്? എസ്തേറിൻ്റെ പുസ്തകം വളരെ മാതൃകാപരമായ അനേക കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന പുസ്തകമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എസ്തേർ അഹശ്വേരോസ് രാജാവിൻ്റെ നാം ഇവിടെ കാണുന്നുണ്ട്. എസ്തേറിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ 1-ാം വാക്യം: ഹിന്ദുദേശം മുതൽ കൂശ് വരെ 124 സംസ്ഥാനങ്ങളിൽ അഹശ്വേരോസ് വാണിരുന്ന കാലത്ത് അഹശ്വേരോസ് രാജാവ് ശൂശൻ രാജധാനിയിൽ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ തൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ തൻ്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും ഒരു വിരുന്ന് നൽകി. പാർസ്യയിലെയും മേദ്യയിലെയും സൈന്യാധിപന്മാരും പ്രഭുക്കന്മാരും സംസ്ഥാനാധിപതികളും അവൻ്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഹിന്ദുദേശം മുതൽ, അതായത് ഇന്ത്യ മുതൽ 127 സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്ന അഹശ്വേരോസ് രാജാവിനെക്കുറിച്ച് നമ്മുടെ വായിക്കുകയാണ്. താഴെ നാം വായിക്കുമ്പോൾ അഹശ്വേരോസ് രാജാവിൻ്റെ ഭാര്യ വസ്തി രാജ്ഞിയെ ആ സ്ഥാനത്ത് നിന്ന് പൃഷ്ഠയാക്കുകയാണ്. രാജാവിനെ അനുസരിക്കാത്തതാണ് ഇതിന് കാരണം. അതിന് പകരമായി മറ്റൊരാൾ ആ രാജ്ഞി പദവിയിലേക്ക് വരികയാണ്. അത് മറ്റാരുമല്ല, ഒരു യഹൂദ സ്ത്രീയാണ്. രാജാവിന് ഇത് അറിഞ്ഞുകൂടാ. ഇവൾ യഹൂദ സ്ത്രീയാണെന്ന് രാജാവിന് അറിഞ്ഞുകൂടാ. 2-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അതിനുശേഷം അഹശ്വേരോസ് രാജാവിൻ്റെ കോപം ശമിച്ചപ്പോൾ അവൻ വസ്തിയെയും അവൾ ചെയ്തതിനെയും അവളെക്കുറിച്ച് കൽപ്പിച്ച വിധിയെയും ഓർത്തു. അപ്പോൾ രാജാവിൻ്റെ സേവന്മാരായ പൃഥ്വിമാർ പറഞ്ഞത്, രാജാവിന് വേണ്ടി സൗന്ദര്യമുള്ള യുവതികളായ കന്യകമാരെ അന്വേഷിക്കട്ടെ. അങ്ങനെ രാജസന്നിധിയിലേക്ക് അല്ലെങ്കിൽ രാജ്ഞി എന്ന പദവിയിലേക്ക് എസ്തേർ വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ എസ്തേറിനോടൊപ്പം ആ രാജ്യത്ത് വസിച്ചിരുന്ന അവളുടെ തന്നെ ബന്ധുവായിരിക്കുന്ന വ്യക്തിയാണ് മൊർദെഖായി. മൊർദെഖായി അപ്രകാരമായിരിക്കുമ്പോൾ 3-ാം അധ്യായത്തിൽ നാം വായിക്കുകയാണ്: അനന്തരം അഹശ്വേരോസ് രാജാവ് ആഗാഗിനായ ഹമ്മെദാഥയുടെ മകനായ ഹാമാന് ഉന്നത പദവി കൊടുത്ത് അവനെ തന്നോടുകൂടെയുള്ള മറ്റു പ്രഭുക്കന്മാരെക്കാൾ ഉയർന്ന സ്ഥാനം നൽകി ആദരിച്ചു. രാജാവ് ഹാമാൻ എന്നൊരു വ്യക്തിക്ക് വലിയ സ്ഥാനത്ത് അവനെ കൊണ്ടുവരികയാണ്. മറ്റു പ്രഭുക്കന്മാരെക്കാൾ ഉയർന്നൊരു സ്ഥാനം, രാജാവിനോടൊപ്പം അല്ലെങ്കിൽ രാജ്യകാര്യങ്ങളിൽ അവനെ സഹായിക്കുന്ന ഒരു വലിയ പദവിയിലേക്ക് ഹാമാൻ എന്നൊരു വ്യക്തിയെ രാജാവ് കൊണ്ടുവരികയാണ്. എന്നിട്ട് നാം വായിക്കുകയാണ് 2-ാം വാക്യം: രാജാവിൻ്റെ വാതിൽക്കൽ ഉണ്ടായിരുന്ന രാജഭൃത്യന്മാരൊക്കെയും ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചു. രാജാവിൻ്റെ കാര്യത്തിൽ അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മൊർദെഖായി അവനെ കുമ്പിടുകയോ നമസ്കരിക്കുകയോ ചെയ്തില്ല. അപ്പോൾ ഈ ഹാമാനെ ഇപ്രകാരം ഒരു പദവിയിലാക്കിയപ്പോൾ രാജാവ് തന്നെ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ മുമ്പിൽ കുമ്പിടണം. കാരണം നമ്മുടെ വായിക്കുന്നു, രാജാവ് അവൻ്റെ കാര്യത്തിൽ അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മൊർദെഖായി യഹൂദനാണ്. മൊർദെഖായി അങ്ങനെ ചെയ്യുന്നില്ല. അവനെ കുമ്പിടുകയോ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ രാജാവിൻ്റെ വാതിൽക്കൽ ഉണ്ടായിരുന്ന രാജഭൃത്യന്മാർ മൊർദെഖായിയോട്, നീ രാജകൽപ്പന ലംഘിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അവർ ഇങ്ങനെ ദിനം പ്രതി അവനോട് പറഞ്ഞിട്ടും അവൻ അവരുടെ വാക്ക് കേൾക്കാതിരുന്നതിനാൽ മൊർദെഖായിയുടെ പെരുമാറ്റം വിലപ്പോകുമോ എന്ന് കാണേണ്ടതിന് ഹാമാനോട് അറിയിച്ചു. താൻ യഹൂദനാണെന്ന് അവൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ യഹൂദനായ മൊർദെഖായി ഹാമാനെ കുമ്പിടാത്തത് ഈ രാജഭൃത്യന്മാർ ഹാമാനെ അറിയിക്കുകയും
ഹാമാൻ അത് വളരെ കോപാകുലനാവുകയും ചെയ്യുന്നതായിട്ട് നാം കാണുകയാണ്. എന്നിട്ട് ഈ മൊർദെഖായിയെ ശിക്ഷിക്കുന്നതിന്, അല്ലെങ്കിൽ അവനെ ശിക്ഷിക്കുന്നതിന് പകരം നാം താഴ്ത്തു വരുമ്പോൾ നാം വായിക്കുന്നുണ്ട് 8-ാമത്തെ തിരുവചനം, പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട്, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളുമുള്ള ജനതകളുടെ ഇടയിൽ ഒരു ജനത ചിന്നിച്ചെതറി കിടക്കുന്നു. അവരുടെ പ്രമാണങ്ങൾ മറ്റുള്ള സകല ജനതകളിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അവർ രാജാവിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്നതുമില്ല. അതുകൊണ്ട് അവരോട് സഹിഷ്ണുത പാലിക്കുന്ന രാജാവിന് യോഗ്യമല്ല. അപ്പോൾ ഈ മൊർദെഖായിയോടുള്ള വൈരാഗ്യം യഹൂദ ജനതയെ മുഴുവനും നശിപ്പിക്കുവാൻ തക്കവണ്ണം ഹാമാൻ തീരുമാനിക്കുകയാണ്. അതിനായിട്ട് രാജാവിൻ്റെ സന്നിധി കടന്ന് ചെന്ന് പറയുകയാണ്, അവരുടെ പ്രമാണങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് വ്യത്യസ്തമാകുന്നൊരു പ്രമാണമാണ് എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയെയും കുമ്പിട്ടരുത്, ആരാധിക്കരുത് എന്ന് മൊർദെഖായി തീരുമാനിച്ചതുകൊണ്ടാകാം ഈ ഹാമാൻ്റെ മുമ്പിൽ വണങ്ങാത്തത്. അതുകൊണ്ട് അവൻ പറയുകയാണ്, ഈ ജനത, അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജനതകളിൽ നിന്നും വ്യത്യാസമായിരിക്കുന്നു. മാത്രമല്ല അവർ രാജാവിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്നുള്ളൂ. ഇപ്പോൾ രാജാവിൻ്റെ കൽപ്പനയാണ് ഹാമാൻ വരുമ്പോൾ കുമ്പിടണമെന്നുള്ളത്, അതനുസരിക്കുന്നില്ല. അങ്ങനെ രാജാവിനെ കൊണ്ട് ഈ ജനത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ തക്കവണ്ണം ഹാമാൻ തീരുമാനിക്കുകയാണ്. 9-ാം വാക്യത്തിൽ വായിക്കുകയാണ്, രാജാവിന് സമ്മതമാണെങ്കിൽ അവരെ നശിപ്പിക്കുന്നതിന് സന്ദേശം എഴുതി അയക്കണം. എന്നാൽ ഞാൻ കാര്യവിചാരന്മാരുടെ കയ്യിൽ 10,000 താലന്ത് വെള്ളി രാജാവിൻ്റെ ഭണ്ഡാരത്തിലേക്ക് കൊടുത്തയക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് തൻ്റെ മുദ്രമോതിരം കയ്യിൽ നിന്നൂരി ആഗാഗ്യനായ ഹമ്മേദായുടെ മകനും യഹൂദന്മാരുടെ ശത്രുവുമായ ഹാമാന് നൽകി. അപ്പോൾ അങ്ങനെ ഹാമാൻ രാജാവിനെ കൊണ്ട് ഒരു വിളംബരം ചെയ്യുകയാണ്. എന്താണ്? ഇന്ന ദിവസം, അതായത് നാം അത് വായിക്കുന്നു 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനം, ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തന്നെ സകല യഹൂദന്മാരെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നു മുടിക്കുകയും അവരുടെ വസ്തുവകൾ കൊള്ളയടിക്കുകയും ചെയ്യണമെന്ന് രാജാവിൻ്റെ സകല സംസ്ഥാനങ്ങളിലേക്കും സന്ദേശവാഹന്മാർ വഴി കത്തുകൾ അയച്ചു. അപ്പോൾ ഒരു തീയതി നിശ്ചയിച്ച് ആ തീയതിയിൽ ഈ സകല യഹൂദന്മാരെയും കൊല്ലുക, അത് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും യഹൂദന്മാരെയും കൊല്ലുക മാത്രമല്ല, മുഴുവനും അവരുടെ വസ്തുവകൾ കൊള്ളയടിക്കുന്ന ഒരു കൽപ്പനയാണ് കൊടുത്തയക്കുന്നത്. യഹൂദ ജനതയെ പൂർണ്ണമായും നശിപ്പിക്കുവാൻ തക്കവണ്ണമുള്ളൊരു കൽപ്പന അഹശ്വേരോശ് രാജാവ്, നമുക്കറിയാം 127 സംസ്ഥാനം എന്ന് പറയുമ്പോൾ ഒരു മഹാരാജാവാണ്, അദ്ദേഹത്തിൻ്റെ കൽപ്പനയാണ്. അങ്ങനെ ആ കൽപ്പന പുറപ്പെടുവിച്ചു. അപ്പോൾ 4-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ ഈ വാർത്ത കേട്ട മൊർദെഖായി അവൻ വസ്ത്രം കീറി പരുക്കൻ വസ്ത്രം ധരിച്ച് ചാരം വാരിയിട്ടുകൊണ്ട് പട്ടണത്തിൻ്റെ നടുവിൽ നിന്ന് അതിദുഃഖത്തോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. അപ്പോൾ അവനും അവൻ്റെ സമൂഹവും അവൻ്റെ ജനതകളും യഹൂദന്മാർ സമ്പൂർണ്ണമായും നശിപ്പിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ നശിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ കടന്നു വരികയാണ്. അതിൻ്റെ ഫലമായിട്ട് മൊർദെഖായി എസ്തേറിൻ്റെ അടുത്തേക്ക് കടന്നു പോവുകയാണ്. അവൻ പരുക്കൻ വസ്ത്രം ധരിച്ചു. അപ്പോൾ ഈ പരുക്കൻ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് എസ്തേറിൻ്റെ അടുത്തേക്ക് കടന്നു പോകുന്നത്. രാജാവിൻ്റെ സന്നിധിയിൽ പരുക്കൻ വസ്ത്രം ധരിച്ചുകൊണ്ട് ആർക്കും പോകുവാൻ അനുവാദമില്ല. അങ്ങനെ കടന്നു വരുന്നത് മൊർദെഖായിയെ കണ്ടപ്പോൾ എസ്തേർ കാര്യം അന്വേഷിച്ചു. അപ്പോൾ മൊർദെഖായി എസ്തേറിനോട് വിവരിച്ചു, ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ, അല്ലെങ്കിൽ യഹൂദന്മാർ മുഴുവനും നശിക്കുവാൻ തക്കവണ്ണം, അവരെ മുഴുവൻ കൊല്ലുവാൻ തക്കവണ്ണം ഒരു കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഈ വിവരം രാജാവിനോട് പറയണം. നാം അത് വായിക്കുന്നു 4-ാം അധ്യായത്തിൻ്റെ 13. മൊർദെഖായി എസ്തേറിനോട് മറുപടി പറയുവാൻ കൽപ്പിച്ചത്, നീ രാജകൊട്ടാരത്തിൽ വസിക്കുന്നതുകൊണ്ട് യഹൂദന്മാരുടെ കൂട്ടത്തിൽ നീ മാത്രം രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കരുത്. ഈ സമയത്ത് മൗനമായിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ആശ്വാസവും വിമോചനവും ഉണ്ടാകും, എന്നാൽ നീയും നിൻ്റെ പിതൃഭവനവും നശിച്ചു പോകും. അപ്പോൾ എസ്തേറിനോട് വിവരം പറയുമ്പോൾ എസ്തേർ മടിക്കുകയാണ്. കാരണം രാജാവിൻ്റെ സന്നിധിയിൽ രാജ്ഞിക്ക് പോലും വിളിക്കാതെ കടന്നു പോകാൻ കഴിയുകയില്ല. അവൾ പറയുകയാണ്, കഴിഞ്ഞ 30 ദിവസത്തിനകം രാജാവ് എൻ്റെ അടുക്കൽ ചെല്ലുവാൻ എന്നെ അവൻ വിളിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ രാജാവിൻ്റെ അടുത്തേക്ക് കടന്നു ചെന്നാൽ രാജാവിന് അത് പ്രീതി അല്ലെങ്കിൽ എന്നെയും കൊന്നുകളയും. അതുകൊണ്ട് ഇത് പറയുവാൻ വൈമുഖ്യം എസ്തർ കാണിക്കുമ്പോൾ മൊർദെഖായിയോട് പറയുകയാണ്, നിന്നെ ഈ സ്ഥാനത്ത് ആക്കിയിരിക്കുന്നത്, അതായത് രാജകൊട്ടാരത്തിൽ രാജാവിൻ്റെ പത്നിയായി രാജ്ഞിയായി നിന്നെ ആക്കിയിരിക്കുന്നത് ദൈവമാണ്.
ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദ ജനതയ്ക്ക് രക്ഷ മറ്റൊരു സ്ഥലത്തു നിന്നുണ്ടാകും, എന്നാൽ നീയും നിൻ്റെ പിതൃഭവനവും നശിച്ചു പോകും എന്നവളോട് പറയുകയാണ്. അപ്പോൾ അവൾ പറയുകയാണ്, എസ്തർ പറയുകയാണ്, ശരി. അതിന് എസ്തർ മൊർദെഖായിയോട് മറുപടി പറയുവാൻ കൽപ്പിച്ചത്, നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിക്കുവിൻ. ഞാനും എൻ്റെ ദാസിമാരും അങ്ങനെ തന്നെ ഉപവസിക്കും. അപ്പോൾ രാജാവിൻ്റെ സന്നിധിയിൽ കടന്നു ചെന്ന് അവളുടെ സങ്കടങ്ങൾ ഉണർത്തുവാൻ തക്കവണ്ണം അവൾക്ക് വേണ്ടി ഉപവസിക്കുവാൻ മൊർദെഖായിയോടും തൻ്റെ ജനത്തോടും പറയുവാൻ തക്കവണ്ണം അവൾ ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല അവളും 3 ദിവസം ഉപവസിക്കുകയാണ്. അങ്ങനെ ഈ സമൂഹം മുഴുവനും ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കുവാൻ തക്കവണ്ണം അവർ പ്രാർത്ഥിച്ച് ഉപവസിക്കുന്നതായിട്ട് നാം കാണുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ദൈവം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് തുടർന്നുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. എസ്തർ രാജസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നതും എസ്തറിൻ്റെ സങ്കടങ്ങൾ എന്താണെന്ന് രാജാവ് ആരായുന്നതും രാജാവിനോട് അവൾ അത് പറയുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതൊക്കെയുമുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഇവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെയും ജീവിതയാത്രയിൽ ഇപ്രകാരം പ്രതിസന്ധികൾ നാം നേരിടുമ്പോൾ നമ്മൾക്ക് ശത്രുക്കളായി നാം ചെയ്യാത്ത അല്ലെങ്കിൽ നമുക്ക് എതിരെ അന്യായമായിട്ട് പ്രവർത്തിക്കുന്ന അനേകർ നമ്മുടെയൊക്കെ ചുറ്റുപാടുകളുണ്ടാകും. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജോലിയിൽ നിന്ന് നമ്മുടെ മേലധികാരികൾ കൂടെ ജോലി ചെയ്യുന്നവർ നമ്മെ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നമ്മുടെ ജോലി, നമ്മുടെ റെസ്പോൺസിബിലിറ്റി എടുക്കുവാൻ അല്ലെങ്കിൽ മുകളിലേക്ക് ഉയരുവാനൊക്കെയുമുള്ള സാഹചര്യങ്ങൾ ഇന്ന് സർവ്വസാധാരണമായി നടക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമീപവാസികൾ പലപ്പോഴും നമുക്ക് ശത്രുക്കളായി ഒരു തെറ്റും ചെയ്യാത്ത നമുക്കെതിരെ പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് അവയെ അതിജീവിക്കുവാൻ കഴിയുന്നതെന്ന് ഒരു വലിയ സൂചനയായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ മാതൃകയായിട്ടാണ് എസ്തറിൻ്റെ ഉപവാസം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അവൾ മാത്രമല്ല, ആ ജനത, യഹൂദ ജനത മുഴുവനും അപകടത്തിലാണ്. അവരുടെ മുഴുവനും ജീവൻ നഷ്ടപ്പെടുവാൻ പോവുകയാണ്. അവരോടൊരു ദാക്ഷിണ്യവുമില്ലാതെ, നമുക്കറിയാം ഇങ്ങനെയുള്ള പല കാലയളവിലും യഹൂദന്മാർക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ, ഹോളോകോസ്റ്റ് പോലെയുള്ള സാഹചര്യങ്ങൾ നമുക്കറിയാം. അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ എത്തിയിരിക്കുമ്പോൾ അവർ എന്താണ് ചെയ്തത്? അവർ രാജാവിൻ്റെ സന്നിധിയിൽ കടന്നു ചെന്ന് രാജാവിനോട് ഉണർത്തുമ്പോൾ അവൻ്റെ മനസ്സിൽ ദൈവം പ്രവർത്തിക്കുവാൻ വേണ്ടി എസ്തേറും അവളുടെ ആ ജനതയൊക്കെയും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുകയാണ്. 3 ദിവസം രാവും പകലും അവർ ഉപവസിക്കുന്നതായിട്ട് നാം കാണുകയാണ്. അപ്പോൾ ഉപവാസ പ്രാർത്ഥനയുടെ ശക്തി, ഉപവാസ പ്രാർത്ഥന വാസ്തവത്തിൽ അന്യായമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കെതിരെ വരുമ്പോൾ നാം എടുക്കുമ്പോൾ, അങ്ങനെയുള്ള ഉപവാസങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ ശക്തി എത്ര വലുതാണ് എന്ന് എസ്തേറിൻ്റെ ഉപവാസം നമ്മെ പഠിപ്പിക്കുകയാണ്. തുടർന്ന് നാം വായിക്കുമ്പോൾ ഓരോന്നായിട്ട് ദൈവം അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പെട്ടെന്ന് അവരെ അതിൽ നിന്ന് വിടുവിക്കുകയല്ല, പിന്നെ അവർക്കെതിരെ ഈ വലിയ കൽപ്പന പുറപ്പെടുവിക്കുവാൻ കാരണമായ രാജാവിൻ്റെ ഏറ്റവും വിശ്വസ്തനായിരിക്കുന്ന ഹാമാനെതിരെ അത് പ്രയാസമായിട്ട് മാറുന്നൊരു സാഹചര്യം ദൈവം അവിടെ സൃഷ്ടിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ആദ്യം അവർ രാജ്ഞിയോട് പറയുകയാണ്, 5-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യം. എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവന് അവളോട് കൃപ തോന്നി തൻ്റെ കയ്യിൽ ഇരുന്ന പൊൻചെങ്കോൽ രാജാവ് എസ്തേറിന് നേരെ നീട്ടി. എസ്തേർ അടുത്ത് ചെന്ന് ചെങ്കോലിൻ്റെ അഗ്രം തൊട്ടു. അപ്പോൾ രാജാവിൻ്റെ സന്നിധിയിൽ വെറുതെ ആർക്കും, രാജ്ഞിക്ക് പോലും കടന്നു ചെല്ലുവാൻ കഴിയില്ല. കാരണം നമ്മൾ ഇതിനു മുമ്പ് കണ്ടു, വസ്തി രാജ്ഞിയെ സ്ഥാനത്ത് നിന്ന് രാജാവ് നീക്കുന്ന ഒരു സാഹചര്യം നാം കാണുകയാണ്. രാജാവ് എന്ന് പറയുമ്പോൾ യാതൊരു ദാക്ഷിണ്യവുമില്ല. രാജാവ് വിളിക്കാതെ ആർക്കും രാജസന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ സാധ്യമല്ല. അങ്ങനെയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രാജാവിൻ്റെ അടുത്ത് ചെല്ലുവാൻ തക്കവണ്ണം അവൾ ഉപവസിക്കുവാൻ ആവശ്യപ്പെടുന്നത്. അവളും അവളുടെ പരിചാരകരും അതോടൊപ്പം തന്നെ യഹൂദ ജനതയൊക്കെ 3 ദിവസം ഉപവസിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം അവൾ രാജസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നാം അവിടെ വായിക്കുന്നു, അവന് അവളോട് കൃപ തോന്നി. അപ്പോൾ അവൻ്റെ രാജാവിൻ്റെ മനസ്സിൽ പ്രവർത്തിക്കുവാൻ ദൈവം അവിടെ മുഖാന്തരം ഒരുക്കുന്നതായിട്ടാണ് നാം അത് മനസ്സിലാക്കുന്നത്. എന്നിട്ട് തൻ്റെ കയ്യിലിരുന്ന പൊൻചെങ്കോൽ രാജാവ് എസ്തേറിന് നേരെ നീട്ടി. അപ്പോൾ ഈ പൊൻചെങ്കോൽ നീട്ടിയില്ല എങ്കിൽ പിന്നെ മരണം നിശ്ചയമാണ്.
രാജാവിന് ഇഷ്ടമല്ല എന്നാണ് ഇതിനർത്ഥം. ഉടനെ തന്നെ അവിടെയുള്ള പരിചാരകർ, രാജ്ഞിയായിരുന്നാലും ആരായിരുന്നാലും അവരെ കൊണ്ടുപോയി വധിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്നാൽ അവൻ്റെ ഹൃദയത്തിൽ കൃപ തോന്നിയിട്ട് അവൻ്റെ കയ്യിലിരുന്ന പൊൻചെങ്കോൽ എസ്തേറിന് നേരെ നീട്ടി. എന്നിട്ട് എസ്തേർ അടുത്ത് നിന്ന് ചെങ്കോലിൻ്റെ അഗ്രം തൊട്ടു. രാജാവ് അവളോട്, എസ്തേർ രാജ്ഞിയെ, എന്തു വേണം? എന്താകുന്നു നിന്റെ അപേക്ഷ? രാജ്യത്തിൻ്റെ പകുതിയോളമായാലും നിനക്ക് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവിൻ്റെ ഹൃദയത്തിൽ ദൈവം എത്ര ശക്തമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മുടെ മനസ്സിലാക്കുക. ഒരു ഉപവാസ പ്രാർത്ഥനയുടെ വലിയ മഹത്വം, ഉപവാസത്തിലൂടെ ദൈവം പ്രതിസന്ധികളെ മാറ്റുന്ന ഒരു സാഹചര്യം നാം ഇവിടെ കാണുകയാണ്. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. അവർക്ക് വേണ്ടി ഒരു വിരുന്ന് കൊടുത്തപ്പോൾ രാജ്ഞി പറയാണ്, അതിന് എസ്തേർ, രാജാവിന് തിരുവുള്ളമുണ്ടായി ഞാൻ രാജാവിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വിരുന്നിന് രാജാവും ഹാമാനും ഇന്ന് വരണം എന്നപേക്ഷിച്ചു. എസ്തേർ രാജ്ഞിക്ക് ഒരു വിശ്വാസമുണ്ട്. അവൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവം നിശ്ചയമായിട്ടും ഈ പ്രതിസന്ധിയിൽ നിന്ന് വിടുവിക്കും. അപ്പോൾ രാജാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ അവൾ പറയുകയാണ്, രാജാവിന് തിരുവുള്ളമുണ്ടായി ഞാൻ രാജാവിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വിരുന്നിന് രാജാവും ഹാമാനും ഇന്ന് വരണം. അപ്പോൾ ഒരു വിരുന്ന് ഒരുക്കിയതിന് ശേഷമാണ് അവൾ രാജാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നത്. അപ്പോൾ അത്രയധികം വിശ്വാസം എസ്തേറിനുണ്ട്. ദൈവം പ്രവർത്തിക്കും, ഞാൻ ചെന്നാൽ തീർച്ചയായിട്ടും അനുഭാവമായിട്ടുള്ള ഒരു മറുപടി രാജാവിൽ നിന്ന് ലഭിക്കും. അങ്ങനെ വിരുന്നൊരുക്കിയതിന് ശേഷം അവൾ രാജാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന് ആ വിരുന്നിലേക്ക് അവരെ ക്ഷണിക്കുകയാണ്. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എസ്തേർ പറഞ്ഞതുപോലെ ചെയ്യുവാൻ ഹാമാനെ വേഗം വരുത്തുവിൻ എന്ന് രാജാവ് കൽപ്പിച്ചു. അങ്ങനെ രാജാവും ഹാമാനും എസ്തേർ ഒരുക്കിയ വിരുന്നിന് ചെന്നു. വീഞ്ഞു വിരുന്നിൽ രാജാവ് എസ്തേറിനോട്, നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും. നിന്റെ ആഗ്രഹം എന്ത്? രാജ്യത്തിൻ്റെ പകുതിയായാലും അത് നിവർത്തിച്ചു തരാമെന്ന് പറഞ്ഞു. അതിന് എസ്തേർ, എൻ്റെ അപേക്ഷയും ആഗ്രഹവും ഇതാകുന്നു. രാജാവ് എന്നോട് കൃപയുണ്ടെങ്കിൽ എൻ്റെ അപേക്ഷയും എൻ്റെ ആഗ്രഹവും നിറവേറ്റുവാൻ രാജാവിന് തിരുമുള്ളമുണ്ടെങ്കിൽ രാജാവും ഹാമാനും ഞാൻ നാളെ ഒരുക്കുന്ന വിരുന്നിന് വരണം. നാളെ ഞാൻ രാജാവ് കൽപ്പിച്ചതുപോലെ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു. ഉടനെ അവൾക്ക് വേണമെങ്കിൽ രാജാവിനോട് പറയാം എന്താണ് വിഷയം. പക്ഷെ അവളത് പറയുന്നില്ല. വീണ്ടും തീർച്ചയായിട്ടും ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തക്കോണമായിരിക്കാം ഒരു ദിവസം കൂടി അവൾ ആവശ്യപ്പെടുന്നത്. പിറ്റേ ദിവസത്തെ വിരുന്നിന് വരുവാൻ തക്കോണം പറയുമ്പോൾ രാജാവ് സമ്മതിക്കുകയാണ്. ഹാമാനും വളരെ സന്തോഷമായി. നാം അത് വായിക്കുന്നുണ്ട് 5-ാം അധ്യായത്തിന് 9-ാം വാക്യം. അന്ന് ഹാമാന് സന്തോഷവും ആനന്ദവുമുള്ളവനായി പുറപ്പെട്ടു പോയി. എന്നാൽ രാജാവിൻ്റെ വാതിക്കൽ മൊർദെഖായി എഴുന്നേൽക്കാതെയും തന്നെ കൂസാതെയും ഇരിക്കുന്നത് കണ്ട് ഹാമാനും മൊർദെഖായിക്കെതിരെ കോപം ജ്വലിച്ചു. എങ്കിലും ഹാമാൻ ആത്മനിയന്ത്രണം പാലിച്ച് തൻ്റെ വീട്ടിൽ ചെന്ന് സ്നേഹിതന്മാരെയും ഭാര്യയായ സേരസിനെയും വിളിച്ചു വരുത്തി. ഹാമാൻ അവരോട് തൻ്റെ ധനമാഹാത്മ്യവും പുത്രബഹുത്വവും രാജാവ് തനിക്ക് നൽകിയ ഉന്നത പദവിയും പ്രഭുക്കന്മാർക്കും രാജഭൃത്യന്മാർക്കും ഉപരിയായി തന്നെ ഉയർത്തിയിരിക്കുന്നതും വിവരിച്ച് പറഞ്ഞു. അപ്പോൾ ഹാമാൻ അവരോട് പറയുകയാണ്, രാജാവ് എന്നെ വലിയ സ്ഥാനം നൽകി ആദരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തുടർന്ന് നാം വായിക്കുകയാണ്, ഹാമാൻ തുറന്നു പറഞ്ഞത്, എസ്തേർ രാജ്ഞി താൻ ഒരുക്കിയ വിരുന്നിന് എന്നെ അല്ലാതെ മറ്റാരെയും രാജാവിനോട് ചെല്ലുവാൻ അനുവദിച്ചില്ല. നാളെയും രാജാവിനോടൊപ്പം ചെല്ലുവാൻ എന്നെ ക്ഷണിച്ചിരിക്കുന്നു. എങ്കിലും യഹൂദനായ മൊർദെഖായി രാജാവിൻ്റെ വാതിക്കൽ ഇരിക്കുന്നത് കാണുന്നിടത്തോളം ഇതൊന്നും കൊണ്ടും എനിക്ക് ഒരു തൃപ്തിയുമില്ല. അപ്പോൾ അവനെ മാനിക്കുന്നില്ല, അവന് വേണ്ട ബഹുമാനം നൽകുന്നില്ല. അതുകൊണ്ട് ഈ മൊർദെഖായിയുടെ ഈ ഇടപെടൽ എന്നെ ഏറെ ഭാരപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്ത് എനിക്ക് ലഭിച്ചാലും മൊർദെഖായിയുടെ നാശമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുമ്പോൾ അവൻ്റെ ഭാര്യ അവന് ഉപദേശം കൊടുക്കുകയാണ്. അവൻ്റെ ഭാര്യ സേരസും അവൻ്റെ സകല ഭൃത്യന്മാരും അവനോട് 50 മുഴം ഉയരമുള്ള ഒരു കഴുമരം ഉണ്ടാക്കി മൊർദെഖായി അതിന്മേൽ തൂക്കിക്കൊല്ലുവാൻ നാളെ രാവിലെ നീ രാജാവിനോട് അപേക്ഷിക്കണം. പിന്നെ നിനക്ക് സന്തോഷമായി രാജാവിനോടുകൂടെ വിരുന്നിന് പോകാം എന്ന് പറഞ്ഞു. ഈ കാര്യം ഹാമാൻ ഇഷ്ടമായി. അവൻ കഴുകുമരം ഉണ്ടാക്കി. അപ്പോൾ മൊർദെഖായിയെ കൊല്ലുവാൻ തക്കോണം 50 മുഴം ഉയരമുള്ള കഴുകുമരം ഹാമാൻ ഉണ്ടാക്കിയാണ്. എന്നിട്ട് പിറ്റേ ദിവസത്തെ വിരുന്നിന് കടന്നു പോകുന്നതായിട്ട് നാം കാണുകയാണ്. പക്ഷെ അതിനു മുമ്പ് അന്ന് രാത്രിയിൽ ദൈവം അവിടെ പ്രവർത്തിക്കുന്ന വലിയ സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. 6-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ, ആ രാത്രിയിൽ രാജാവിന് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. അവൻ ദിനവൃത്താന്തങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം കൊണ്ടുവരാൻ കൽപ്പിച്ചു. അത് രാജാവിനെ വായിച്ചു കേൾപ്പിച്ചു. രാജാവിൻ്റെ വാതിൽ കാവൽക്കാരനായ ഷണ്ഡന്മാരിൽ 2 പേരായ ബിഗ്ദാനയും തേരശും അഹശ്വേരോശ് രാജാവിനെ വധിക്കുവാൻ ഗൂഢാലോചന നടത്തിയ വിവരം മൊർദെഖായി
അറിവ് കൊടുത്തിരുന്നതായി അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടു. ഇതിനുവേണ്ടി മൊർദെഖായിക്ക് നൽകിയ ബഹുമാനവും പദവിയും എന്ത് എന്ന് രാജാവ് ചോദിച്ചു. ഒന്നും നൽകിയില്ല എന്ന് രാജാവിനെ ശുശ്രൂഷിച്ചിരുന്ന പ്രത്യുമ്ന പറഞ്ഞു. അപ്പോൾ രാജാവിനെ വധിക്കുവാൻ തക്കോണം ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു ശ്രമം മൊർദെഖായി അറിയിക്കുകയും ആ ഗൂഢാലോചന ചെയ്തവരെ വധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് അവിടെ വായിക്കുന്നത്. അപ്പോൾ രാജാവ് ചോദിച്ചു, എന്താണ് മൊർദെഖായിക്ക് പ്രതിഫലം നൽകിയിരിക്കുന്നത്? ഒന്നും നൽകിയില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്താണ് നൽകേണ്ടത്? വെളിയിൽ കാത്തു നിൽക്കുന്ന ഹാമാനോട് ചോദിക്കുകയാണ്. കാരണം ഹാമാൻ ഇവിടെ മൊർദെഖായിയെ കഴുകുമരത്തിൽ കയറ്റാൻ തയ്യാറായി രാജാവിൽ നിന്ന് അനുവാദം വാങ്ങുവാനായിട്ട് കാത്തു നിൽക്കുമ്പോൾ വെളിയിൽ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഹാമാൻ പറയുന്നത് ഞാനാണ്. ഹാമാനോട് ചോദിക്കുകയാണ്, എന്താണ്? 4-ാം വാക്യത്തിൽ വായിക്കുന്നത്, പ്രാകാരത്തിൽ ആരാണുള്ളതെന്ന് രാജാവ് ചോദിച്ചു. മൊർദെഖായിക്ക് വേണ്ടി താൻ ഉണ്ടാക്കിയ കഴിവിന്മേൽ അവനെ തൂക്കിക്കൊല്ലേണ്ടതിന് രാജാവിനോട് അപേക്ഷിക്കുവാൻ ഹാമാൻ രാജധാനിയുടെ പുറത്ത് പ്രാകാരത്തിൽ വന്നു നിൽക്കുകയായിരുന്നു. രാജാവിൻ്റെ ഭൃത്യന്മാർ അവനോട്, ഹാമാൻ പ്രാകാരത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അകത്തു വരട്ടെ എന്ന് രാജാവ് കൽപ്പിച്ചു. ഹാമാൻ അകത്തു വന്നപ്പോൾ രാജാവ് അവനോട്, രാജാവ് ബഹുമാനിക്കുവാൻ ഇച്ഛിക്കുന്ന പുരുഷന് എന്തെല്ലാം ആകുന്നു ചെയ്തു കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. ഇത് ഹാമാനോട് ചോദിക്കുമ്പോൾ ഹാമാൻ ചിന്തിക്കുന്നു, ഇത് മറ്റാർക്കും വേണ്ടിയല്ല, ഇതെനിക്ക് വേണ്ടിയാണ്. കാരണം എന്നെ ഇത്രത്തോളം രാജാവ് മാനിക്കുകയും ഇത്ര വലിയ സ്ഥാനം നൽകുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് എനിക്ക് നൽകുവാനായിട്ടാണ്. അതുകൊണ്ട് ഏറ്റവും മേന്മയായിട്ടുള്ള കാര്യങ്ങൾ രാജാവിൻ്റെ സന്നിധിയിൽ അവന് പറയുകയാണ്. 8-ാമത്തെ വാക്യം, രാജാവ് ധരിക്കുന്ന രാജവസ്ത്രവും രാജാവ് കയറുന്ന കുതിരയും അവൻ്റെ ശിരസിൽ വയ്ക്കുന്ന രാജകിരീടവും കൊണ്ടുവരട്ടെ. വസ്ത്രവും കുതിരയും രാജാവിൻ്റെ അതിശ്രേഷ്ഠ പ്രഭുക്കന്മാരിൽ ഒരുവൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷനെ ആ വസ്ത്രം ധരിപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റി പട്ടണവീതിയിൽ കൂടി കൊണ്ടു നടന്ന് രാജാവ് ബഹുമാനിക്കുവാൻ ഇച്ഛിക്കുന്ന പുരുഷൻ ഇങ്ങനെ ചെയ്യും എന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറയാണ് ഹാമാനോട്, നീ വേഗം ചെന്ന് വസ്ത്രവും കുതിരയും കൊണ്ടുവന്നിട്ട് ഇപ്രകാരം തന്നെ പറയുക. എന്നിട്ട് ഇത് പറഞ്ഞതിൽ നിന്ന് കുറവും വരരുത്. 11-ാം വാക്യം, അപ്പോൾ ഹാമാൻ വസ്ത്രവും കുതിരയും കൊണ്ടുവന്ന് മൊർദെഖായിയെ വസ്ത്രം ധരിപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റി പട്ടണവീതിയിൽ കൂടി കൊണ്ട് നടന്നു. രാജാവ് ബഹുമാനിക്കുവാൻ ഇച്ഛിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യുമെന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഹാമാനെ കൊണ്ട് ഇത് പറയിപ്പിക്കുകയാണ്. തുടർന്ന് നാം വായിക്കുമ്പോൾ ഹാമാൻ ആണ് ഇപ്രകാരമുള്ള ഈ വലിയ പ്രതിസന്ധിയിലേക്ക് യഹൂദ ജനതയെ കടത്തിവിട്ട് എന്ന് മനസ്സിലാക്കിയ ഈ ഹാമാനെ തൂക്കിക്കൊല്ലുവാൻ തക്കവണ്ണം, മൊർദെഖായിയെ കൊല്ലുവാൻ തക്കവണ്ണം ഒരുക്കിയിരിക്കുന്ന കഴുകുമരത്തേൽ അവനെ തൂക്കുവാൻ കൽപ്പിക്കുകയും അവനെ അപ്രകാരം തൂക്കിക്കൊല്ലുകയും ചെയ്യുന്നതായിട്ടാണ് 7-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നത്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ അനുദിന ജീവിതയാത്രയിൽ ഇപ്രകാരമുള്ള ശത്രുക്കളുടെ മുമ്പിൽ ഭയപ്പെടാതെ നാം വിശ്വസിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ചും പ്രാർത്ഥിച്ചും ഉപവസിച്ചും മുമ്പോട്ട് പോവുകയാണെങ്കിൽ ശത്രുക്കളുടെ മേൽ മേശവിരിക്കുന്ന ഒരു ദൈവത്തെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കാണുവാൻ കഴിയും എന്നീ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്രകാരം നമ്മുടെ ആത്മീയ ജീവിതത്തെ നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.